കാക്ക കൊണ്ടോയി. ഒരിടത്തൊരിടത്ത് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു. കഥ പറയുന്ന ഒരു അമ്മൂമ്മ. കഥ കേൾക്കാനെത്തുന്ന കുട്ടികൾ അവരെ കഥയമ്മ എന്ന് വിളിച്ചു പോന്നു. കഥയമ്മയുടെ കയ്യിൽ ഒരു ഭാണ്ഡമുണ്ട്. അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും അറിയില്ല. കഥയമ്മയോട് കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ പറയും അതിൽ നിറയെ കഥകളാണെന്ന്. സത്യമായിരിക്കണം. കാരണം അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് ഇട്ടാൽ ഉടനെ വരും ഓറഞ്ചിനെ കുറിച്ചൊരു കഥ. ഒരു പഴമിട്ടാൽ ഉടനെ വരും വാഴയെക്കുറിച്ചൊരു കഥ. ഒരു ദിവസം കഥയമ്മ ഒരു ആൽത്തറയിൽ ഭാണ്ഡത്തിൻ്റെ മുകളിൽ തലയും വെച്ച് മയങ്ങുമ്പോൾ ചിന്നു എന്നൊരു 2 വയസ്സുകാരി അമ്മ കാണാതെ വീട്ടിൽ നിന്നിറങ്ങി കഥയമ്മയുടെ അടുത്തെത്തി. ആരാത് കിടന്നുറങ്ങുന്നത്? കഥയമ്മയല്ലേ. വെളുവെളാന്ന് നരച്ച മുടി, പളപളാന്ന് തിളങ്ങുന്ന മൂക്കുത്തി. ഹായ്! ചിന്നു തന്നെത്താനെ വരച്ച സ്വന്തം ചിത്രം ഭാണ്ഡത്തിലേക്കിട്ടു. കഥയമ്മ ഉണർന്നെഴുന്നേറ്റ് ചിന്നുവിനെ മടിയിലിരുത്തി ചിന്നുവിനെക്കുറിച്ച് ഒരു കഥ പറഞ്ഞു. ഒരിടത്തൊരിടത്ത് ചിന്നു എന്ന പേരായി ഒരു കുസൃതി കുട്ടിയുണ്ടായിരുന്നു. ചിന്നുവിൻ്റെ അമ്മ ഒരു ഗൗരവക്കാരിയും മടിച്ചിയുമായിരുന്നു. ചിന്നു എന്ത് കളിപ്പാട്ടം കളിക്കാനായി ചോദിച്ചാലും അത് എടുത്തു കൊടുക്കേണ്ട മടിക്ക് ചിന്നുവിൻ്റെ അമ്മ പാടും, അയ്യോ അത് കാക്ക കൊണ്ടോയി ചിന്നു, കാക്ക കൊണ്ടോയി. എല്ലാ കളിപ്പാട്ടങ്ങളും കാക്ക കൊണ്ടുപോയാൽ ഒരു കുട്ടി എന്ത് വെച്ചാണ് കളിക്കുക? ചിന്നുവിന് ദേഷ്യം വന്നു. മൂക്കത്താണ് ചിന്നുവിന് ദേഷ്യം. അതുകൊണ്ട് അമ്മ ഉറങ്ങുന്ന നേരം ചിന്നു വീട് വിട്ടിറങ്ങിയതാണ് കാക്കയെ അന്വേഷിച്ച്. കാക്കയോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. വരുന്ന വഴിക്ക് കാക്ക വാഴക്കൈയിൽ ഇരിക്കുന്നത് കണ്ടു. ചിന്നു കളിപ്പാട്ടം ചോദിച്ചപ്പോൾ കാക്ക പാടി, അയ്യോ പൂച്ച കൊണ്ടോയി ചിന്നു, പൂച്ച കൊണ്ടോയി. പിന്നെയും നടന്ന് നടന്ന് പൂച്ചയെ കണ്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ പൂച്ച എന്തു പറഞ്ഞെന്നോ? അയ്യോ പപ്പി കൊണ്ടോയി ചിന്നു, പപ്പി കൊണ്ടോയി. ചിന്നുവിന് സങ്കടം വന്നു. എന്തൊരു ലോകം! ഒരു ചെറിയ കുട്ടിയെ കളിക്കാനും സമ്മതിക്കില്ലേ? വീട്ടിലേക്കുള്ള വഴിയും മറന്നു. അങ്ങനെ നടക്കുമ്പോഴാണ് കഥയമ്മ കിടന്നുറങ്ങുന്നത് കണ്ടത്. അപ്പോൾ എന്ത് സംഭവിച്ചുവെന്നോ? മുടിയൊക്കെ പാറിപ്പറന്ന് ചിന്നുവിൻ്റെ അമ്മ അതാ കരഞ്ഞ് കരഞ്ഞ് ഓടി വരുന്നു. ചിന്നു ഒരു ചാട്ടത്തിന് കഥയമ്മയുടെ പിന്നിൽ ഒളിച്ചു. ചിന്നുവിൻ്റെ അമ്മ കഥയമ്മയുടെ മുന്നിൽ വന്ന് നിന്ന് കരയാൻ തുടങ്ങി. ചിന്നുവിനെ കാണാനില്ല കഥയമ്മേ, ചിന്നുവിനെ എവിടെയെങ്കിലും കണ്ടോ? ഈശ്വരാ, ഞാനിനി എന്തിന് ജീവിക്കണം? അത്രയും കേട്ടപ്പോൾ ചിന്നു കഥയമ്മയുടെ പുറകിൽ ഒളിച്ചിരുന്ന് പാടി, കാക്ക കൊണ്ടോയി ചിന്നുവിനെ, കാക്ക കൊണ്ടോയി. കഥയമ്മ പൊട്ടിച്ചിരിച്ചു പോയി. ചിന്നുവിൻ്റെ അമ്മ ചിന്നുവിനെ വാരിയെടുത്ത് നിറയെ ഉമ്മ കൊടുത്തു. പിന്നീട് ഒരിക്കലും കളിക്കാൻ കളിപ്പാട്ടം കിട്ടാതെ ചിന്നു സങ്കടപ്പെട്ടിട്ടില്ലത്രേ. അഷിത റീഡ് മീ ബുക്സ് പ്രസിദ്ധീകരിച്ച പറയാം നമുക്ക് കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും എടുത്തത്.